ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സാധാരണ നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു 10 സെൻറ്റൻസസ് ഒന്ന് നോക്കട്ടെ. കുറച്ച് വലിയ സെൻറ്റൻസസ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ദെൻ നിങ്ങളത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക കേട്ടോ. ഒരു പ്രാവശ്യമല്ല, നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, നീ എന്തേ അതെന്നോട് പറയാൻ മറന്നു പോയത്? നീ എന്തേ എന്നോട് അത് പറയാൻ മറന്നു പോയത് എന്ന് നമ്മൾ പറയാറില്ലേ? ഇതെങ്ങനെ നമുക്ക് പറയാം? എന്ത് കൊണ്ട്, എന്തേ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വൈ എന്നല്ലേ? അപ്പം വൈ ഡിഡ് യു ഫോർഗെറ്റ്, എന്തുകൊണ്ടാണ് നീ മറന്നത്? വൈ ഡിഡ് യു ഫോർഗെറ്റ് ടു ടെൽ മീ ദാറ്റ്, എന്നോടത് ടെൽ ചെയ്യാൻ എന്ന് വെച്ചാൽ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ വൈ ഡിഡ് യു ഫോർഗെറ്റ് ടു ടെൽ മീ ദാറ്റ്, വൈ ഡിഡ് യു ഫോർഗെറ്റ് ടു ടെൽ മീ ദാറ്റ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഓരോ കഷ്ണം വീതം എല്ലാവർക്കും കൊടുക്കൂ. ഇതെങ്ങനെ പറയാം? ഓരോ കഷ്ണം വീതം എല്ലാവർക്കും കൊടുക്ക്, ഓരോ മിഠായി വീതം എല്ലാവർക്കും കൊടുക്ക്, ഓരോ കേക്ക് വീതം എല്ലാവർക്കും കൊടുക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ഇതെങ്ങനെ പറയാം? ഗിവ് വൺ സ്ലൈസ് ഈച്ച്, ഗീവ് വൺ സ്ലൈസ് ഈച്ച്. കഷ്ണം എന്നുള്ളതിന് ഇവിടെ സ്ലൈസ് എന്നാണ് യൂസ് ചെയ്ത് കേട്ടോ. അപ്പം ഗീവ് വൺ സ്ലൈസ് ഈച്ച് എവ്രി വൺ. ഗീവ് പറഞ്ഞാൽ കൊടുക്കുക എന്നല്ലേ, അപ്പം ഗീവ് വൺ സ്ലൈസ് ഈച്ച്, ഓരോ കഷ്ണം കൂടെ എന്താണ് കൊടുക്കാന്ന് കേട്ടോ, ടു എവ്രി വൺ, എല്ലാവർക്കും. നെക്സ്റ്റ്, എനിക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി താ, എനിക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി താ. എപ്പോഴാണ് നമ്മൾ പറയാ? കുറേ ബിസ്ക്കറ്റ്, ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചോദിക്കില്ല എനിക്കൊരു ബിസ്ക്കറ്റും കൂടി താ. അപ്പം എങ്ങനെ പറയാം? ഗിവ് മീ വൺ മോർ ബിസ്ക്കറ്റ്, ഗിവ് മീ വൺ മോർ ബിസ്ക്കറ്റ്, എനിക്ക് ഒരു ബിസ്ക്കറ്റും കൂടി താ. നെക്സ്റ്റ്, അടുത്ത തിങ്കളാഴ്ച അവൻ സൗദിക്ക് പറക്കുകയാണ്, അടുത്ത തിങ്കളാഴ്ച അവൻ സൗദിക്ക് പറക്കുകയാണ്. ഇതെങ്ങനെ നമുക്ക് പറയാം? ഹി ഈസ് ഫ്ലൈയിങ് ടു സൗദി നെക്സ്റ്റ് മൺഡേ. ഹി ഈസ് ഫ്ലൈയിങ് ടു സൗദി, ഹി ഈസ് ഫ്ലൈയിങ് എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താണ്, തൊട്ടടുത്ത് വരാൻ പോകുന്ന സംഭവങ്ങൾ, അതായത് തൊട്ടടുത്ത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ പറയാവുന്ന കേട്ടോ. അപ്പോൾ ഹി ഈസ് ഫ്ലൈയിങ് ടു സൗദി അറേബ്യ, അല്ലെങ്കിൽ ഹി ഈസ് ഫ്ലൈയിങ് ടു സൗദി നെക്സ്റ്റ് മൺഡേ. ഓക്കെ, നെക്സ്റ്റ്, കാറ്റത്തിൻ്റെ കുട പറന്നുപോയി. യൂസ് ചെയ്യാം അല്ലേ? കാറ്റത്തിൻ്റെ കുട പറന്നു പോയി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. മൈ അംബ്രല വെന്റ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്. ഇങ്ങനെ പറയാം, മൈ അംബ്രല വെന്റ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്. കാറ്റത്തിൻ്റെ കുട പറന്നുപോയി, വെന്റ് ഫ്ലൈയിങ്, ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, എൻ്റെ ചായയിൽ ഒരു ഈച്ച വീണു. എങ്ങനെ പറയാം? എൻ്റെ ചായയിൽ ഒരു ഈച്ച വീണു, എൻ്റെ ചായയിൽ ഒരു പാറ്റ വീണു, എൻ്റെ ചായയിൽ ഒരു ഉറുമ്പ് വീണു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെ പറയാം? ഫ്ലൈ ഫ്ലൂ ഇൻ ടു മൈ ടീ, ഫ്ലൈ ഫ്ലൂ ഇൻ ടു മൈ ടീ. ഓക്കെ, എ ഫ്ലൈ ഫ്ലൂ ഇൻ ടു മൈ ടീ. നെക്സ്റ്റ്, അവൾ ആപ്പിളിൻ്റെ പകുതി തിന്നിട്ട് ബാക്കി എനിക്ക് തന്നു. അവൾ ആപ്പിളിൻ്റെ പകുതി കഴിച്ചിട്ട് ബാക്കി എനിക്ക് തന്നു. എങ്ങനെ പറയാം? ഷീ ഗേവ് മീ, അവൾ എനിക്ക് തന്നു. ഷീ ഗേവ് മീ ദ ഹാഫ് ഈറ്റൻ ആപ്പിൾ, ഷീ ഗേവ് മീ ദ ഹാഫ് ഈറ്റൻ ആപ്പിൾ. ഹാഫ് ഈറ്റൻ ആപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? പകുതി കഴിച്ച് ആപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളം പറഞ്ഞതിനേക്കാൾ എത്രയോ സിമ്പിളായിട്ട് നമ്മളിത് ഇംഗ്ലീഷിൽ പറഞ്ഞു അല്ലേ. ഷീ ഗേവ് മീ ദ ഹാഫ് ഈറ്റൻ ആപ്പിൾ, ഹാഫ് ഈറ്റൻ ആപ്പിൾ എന്ന് മാത്രം ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, മീൻ പകുതി മുക്കാലും പൂച്ച തിന്നു. ഇതെങ്ങനെ പറയാം? മീൻ പകുതി മുക്കാലും പൂച്ച തിന്നു. ഏകദേശം എന്താണ്? ഓൾമോസ്റ്റ് മീനും പൂച്ച തിന്നു അല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ദ ക്യാറ്റ് ഏറ്റ് മോസ്റ്റ് ഓഫ് ദ ഫിഷ്, മോസ്റ്റ് ഓഫ് ദ ഫിഷ് എന്നാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അപ്പൊ ദ ക്യാറ്റ് ഏറ്റ് മോസ്റ്റ് ഓഫ് ദ ഫിഷ്, അണ്ടർലൈൻ മോസ്റ്റ് ഓഫ് ദ ഫിഷ്. ഓക്കെ, നെക്സ്റ്റ്, വെള്ളം തണുത്ത് ഐസായി. ഇതെങ്ങനെ പറയാം? വെള്ളം തണുത്ത് ഐസായി. എങ്ങനെ പറയാം? വാട്ടർ ഫ്രോസ് ആൻഡ് ബിക്കെയിം ഐസ്. സിമ്പിൾ അല്ലേ? വാട്ടർ ഫ്രോസ്, വാട്ടർ ഫ്രോസ് ആൻഡ് ബിക്കെയിം ഐസ്. ഫ്രോസ് തണുത്തുപോയി എന്നാട്ടോ, ഫ്രീസിന്റെ പാസ്റ്റ്. അപ്പം വാട്ടർ ഫ്രോസ് ആൻഡ് ബിക്കെയിം ഐസ്. ലാസ്റ്റ് സെന്റൻസ്, അയാൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവനാണ്. അയാൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവനാണ്. ഇതെങ്ങനെ പറയാം?
He has no habit of forgiving. He has no habit of forgiving. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വെറും 10 സെന്റൻസ് ആണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ സെന്റൻസ് ആയിരുന്നു. നമ്മൾ എന്താണ് നമ്മുടെ മിക്ക കോൺവെർസേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിക്കായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം കേൾക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്ലിക്ക് ആവും കേട്ടോ. ദെൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇനി ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇത് മറന്നുപോകില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾക്ക് കിട്ടിയ സെൻറ്റൻസുകൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ ട്രൈ ടു ഇംപ്രൂവ് അവർ ലാംഗ്വേജ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.